പശ്ചിമേഷ്യയിലെ ഗസയിൽ ഭക്ഷണത്തിന് ക്യൂ നിന്ന പലസ്തീനികൾക്ക് നേരെ വീണ്ടും ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിവയ്പ്. 30ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. ഇവരൊക്കെ മനുഷ്യ ജന്മമാണോ എന്ന് ആലോചിക്കാൻ നമുക്കൊപ്പം ചേരുകയാണ് ബി ജെയിംസ്. ഗുഡ് മോർണിംഗ് ബി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. യഥാർത്ഥത്തിൽ അന്യരോടൊരു കാരുണ്യം എന്ന് പറയുന്ന സാധനം ഇവരുടെയൊക്കെ വഴിയേ പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. വിവരങ്ങൾ എസ് കെ എൻ, ഇത് ആദ്യത്തെ തവണയല്ല, മൂന്നാമത്തെ തവണയാണ് ഈ ഭക്ഷണത്തിന് വേണ്ടി. പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പട്ടിണിയാണ്. വെടിവയ്പ് അല്ലെങ്കിൽ വെടിവയ്പ്പിൽ മരിക്കേണ്ടി വരുമെന്ന് അറിയാം. എന്നിട്ട് പോലും ആയിരക്കണക്കിന് ആൾക്കാരെ ഒരു ഫെൻസ് അല്ലെങ്കിൽ വേലി കെട്ടി അതിൻ്റെ നടുവിലൂടെ നടത്തുകയാണ്. വഴി തെറ്റിച്ചു എന്ന പേരിലാണ് ഇസ്രായേലി സൈന്യം വളഞ്ഞിട്ട് നിന്ന് ഈ വെടിയുതിർത്തത്. അവിടെ അപ്പം തന്നെ 30ഓളം പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് തന്നെ 31 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിനു മുൻപ് 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഒരേ ഭക്ഷണ കേന്ദ്രത്തിൽ ഇത്ര പേർ കൊല്ലപ്പെട്ടിട്ട് ഈ മനുഷ്യർ വെടിവെപ്പിൽ കൊല്ലപ്പെടാൻ വേണ്ടി വരണമെങ്കിൽ എത്ര ഭീകരമായിരിക്കണം ആ പട്ടിണി. അപ്പോൾ പട്ടിണി കിടക്കുന്ന വയറിനു നേരെ വെടിയുതിർക്കുക, ഇതിലും വലിയ ക്രൂരതയില്ല. അതാണ് ഇസ്രായേലി സൈന്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ ഇസ്രായേലിൽ തന്നെ ഇതിന് എതിർപ്പുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ അവസാനം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം. മുന്നു പറഞ്ഞപ്പോഴൊക്കെ അതിൽ നിന്ന് എന്താ പറയുക, എതിരായിട്ട് നിൽക്കുകയായിരുന്നു. അവസാനം ഐക്യരാഷ്ട്രസഭ തന്നെ ഇന്നലെ പറഞ്ഞു, ഇത് വലിയ ക്രൂരതയാണ്, അന്വേഷിക്കണമെന്ന് ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അന്വേഷിക്കാം. പക്ഷേ ഇന്ന് അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ, യൂറോപ്പിൽ നിന്ന് ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളൊക്കെ ഇത് മനുഷ്യത്വരഹിതമാണ്, ക്രൂരമാണ് എന്ന് പറഞ്ഞിട്ടും ഒരു തരത്തിലും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഇസ്രായേൽ അവസാനം ഒരു അന്വേഷിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇപ്പോഴും ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ അവിടെ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. 80% പ്രദേശങ്ങൾ ഗസയിൽ പാലസ്തീൻ്റെ പ്രദേശങ്ങൾ പിടിച്ചടക്കിയെന്നാണ്, പ്രത്യേകിച്ച് ഹമാസിനെ ഒതുക്കിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് ഹമാസിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷേ ഹമാസൊക്കെ തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ കുട്ടികളുടെയും കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയൊക്കെ കഥ പറയുമ്പോഴാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള വാദം വരുന്നത്. ഹമാസ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ കവചം വെച്ചുകൊണ്ട് അവർ മാറി നിൽക്കുകയാണ്. അപ്പം ഹമാസ് ചെയ്യും തെറ്റാണ്. ഒപ്പം തന്നെ ഇസ്രായേലിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ വെടിവെക്കുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? ഹമാസ് ആരും വരുന്നില്ല ഭക്ഷണം മേടിക്കാൻ, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഹമാസിനെ അല്ല ടാർഗറ്റ് ചെയ്യുന്നത്, സാധാരണക്കാരായ ജനങ്ങളെയാണ്. അതിനെതിരെയാണ് ലോക മനസാക്ഷി ഉണർന്നിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ മുഴുവൻ എല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ വിതരണം ചെയ്യുന്നത് അമേരിക്കയുടെ കോൺട്രാക്ടർമാരാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ മുഴുവൻ അവർ മാറ്റി നിർത്തി, അവരൊഴിഞ്ഞു പോവുകയും ചെയ്തു. കാരണം ഈ തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ പറ്റില്ല. മനുഷ്യനെ അടിച്ചും ഇടിച്ചും മൃഗീയമായി കൊലപ്പെടുത്തിയും ആണോ ഭക്ഷണം വിതരണം ചെയ്യേണ്ടത്? ഇതൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ആധുനിക ലോകത്ത് ഇങ്ങനെ ഒരു യുദ്ധം ചെയ്യുമ്പോൾ സൈനികർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ത്യ തന്നെ ആക്രമണത്തിന് പോയപ്പോൾ ഭീകര കേന്ദ്രങ്ങളെ സെലക്ട് ചെയ്ത് രാത്രിയാണ് അടിച്ചത്. സാധാരണക്കാരായി ഒരാൾ പോലും കൊല്ലപ്പെടരുത് എന്ന് ഇന്ത്യ ചിന്തിച്ചു എന്ന് ഇപ്പോൾ ലോകവേദികളിൽ മുഴുവൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. എസ് കെ എൻ. ജെയിംസ്, യഥാർത്ഥത്തിൽ ഈ ഇലോൺ മസ്ക്, ലോകത്തെ കോടീശ്വരൻ ഇലോൺ മസ്ക് നമ്മുടെ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഈ ഹണിമൂൺ കാലം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പോൾ മാത്രമല്ല അദ്ദേഹത്തോടുള്ള ഈ അമേരിക്കൻ പ്രസിഡന്റിനുള്ള എതിർപ്പ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. സ്റ്റീല്, അലുമിനിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി തീരുവ 50% ട്രംപ് ഉയർത്തിയതിലൊക്കെ അദ്ദേഹം ഈ അമേരിക്ക പിന്നോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണെന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അത് വെട്ടിത്തുറന്ന് തന്നെ ഇലോൺ മസ്ക് പറയുന്നു. കാര്യം അങ്ങനെ ഒരു അസാധാരണ വ്യക്തിപ്രഭാവമാണല്ലോ ഈ മസ്ക്. എന്തൊക്കെയാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ? എസ് കെ എൻ, ഇപ്പോൾ എലോൺ മസ്കിന് ഒരു പശ്ചാത്താപം തോന്നുന്നുണ്ടാവും. കാരണം $1000 കോടി, ഏതാണ്ട് 84,000 കോടി രൂപ ചെലവിട്ടത് ട്രംപിനെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്. ട്രംപ് ലാസ്റ്റ് 2 ആഴ്ച വരെ പിറകിലായിരുന്നു. കൃത്യമായിട്ട് ലാറ്റിൻ അമേരിക്കൻ വോട്ടേഴ്സിൻ്റെ വോട്ട് കിട്ടുമെന്നുള്ള രീതിയിൽ അവസാന നിമിഷം ആ സംസ്ഥാനങ്ങളിലേക്ക് ട്രംപിനെ പറഞ്ഞു വിട്ട് യഥാർത്ഥത്തിൽ ലാസ്റ്റ് ഒരു 2-3 ആഴ്ച ട്രംപ് ഏറ്റെടുക്കുകയായിരുന്നു. ട്രംപിന് വോട്ട് ചെയ്യുന്നവരെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് വേണ്ടി ലോട്ടറി നടത്തി ഓരോ ദിവസവും $10 ലക്ഷം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. എലോൺ മസ്ക്. ഈ രീതിയിൽ മുന്നോട്ട് പോയ എലോൺ മസ്കാണ് കഴിഞ്ഞ ദിവസം സ്വർണ്ണത്താക്കോലും വാങ്ങി അവിടുന്ന് പടിയിറങ്ങിയത്. 130 ദിവസമാണ് കാലാവധി എന്ന് പറഞ്ഞ് 129-ാം ദിവസം ഇറങ്ങി. ട്രംപ് പറഞ്ഞു അദ്ദേഹം ഇനിയും വരും പോവും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പുറത്തു വന്നിരിക്കുകയാണ്. സാമ്പത്തിക നയങ്ങളിൽ നികുതി ചുമത്തിയതിൽ ഒക്കെ ട്രംപ് വലിയ രീതിയിലുള്ള തെറ്റ് കാണിച്ചിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രതിരോധത്തിന് വേണ്ടി വലിയ തുക മാറ്റിവെച്ച് സ്പെൻഡിങ് ബില്ല് കൂടുന്നു.
2.5 ലക്ഷം കോടി അമേരിക്ക കടത്തിലാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണമായിട്ട് ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ട്രംപ് ഇതൊന്നും കൂസുന്നില്ല. ട്രംപ് ഇന്ന് അലൂമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയും നികുതി SKN 50% കൂട്ടി എന്ന് മാത്രമല്ല, ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് അധികാരമേൽക്കുന്ന ദിവസം ട്രംപിൻ്റെ ഭീഷണി വരുന്നത് ദക്ഷിണ കൊറിയയ്ക്ക് മേലാണ്. ദക്ഷിണ കൊറിയയിൽ SKN അറിയുന്ന പോലെ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പുതിയ പ്രസിഡന്റ് ജയിച്ചു, അപ്പം തന്നെ അധികാരമേറ്റു. ട്രംപിൻ്റെ സ്റ്റീല് അലുമിനിയം ഉയർത്തിയത് ഏറ്റവും പെട്ടെന്ന് ബാധിക്കാൻ പോകുന്നത് ദക്ഷിണ കൊറിയയാണ്. ദക്ഷിണ കൊറിയ ഏറ്റവും കൂടുതൽ സ്റ്റീല് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ സ്റ്റീലും കാറുകളുടെ ഒക്കെ ഒരു കേന്ദ്രമാണ് ദക്ഷിണ കൊറിയ. അപ്പോൾ അവിടെ വന്ന ആൾക്ക് വരെ പ്രശ്നമുണ്ടായിരിക്കുന്നു SKN. താങ്ക് യു VP ജി.